ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാവേ. പൈനാപ്പിൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീയിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് കുറച്ച് ലേശം പഞ്ചസാരയും കൂടെ ഇടണേ. പൈനാപ്പിളിന് ഒട്ടും മധുരം ഇല്ലാത്തതാണ്. അപ്പോൾ കുറച്ച് ഒരു സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. പൈനാപ്പിൾ നല്ല വെന്തിട്ടുണ്ട്, ഒരുപാട് ഉടച്ചെടുക്കണ്ട. പിന്നെ ഇതിൽ ജീരകവും പച്ചമുളക് 2 പച്ചമുളകും തേങ്ങയും കൂടെ അരച്ചതാണ്. ഇത് നല്ല മഷി പോലെ അരച്ചതാണ്. അപ്പം നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തൈര് ഞാനിത് അടിച്ചു വെച്ചിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ലൂസാണ്, അടിച്ചപ്പോൾ ലൂസായതാണ്. അപ്പോൾ നമുക്കതും കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളിശ്ശേരി കുറുകുറാന്നാണ് ഇരിക്കാനുള്ളത്. വെള്ളം ചേർക്കുക, ഇനി അധികം വെള്ളം ചേർക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് അത് തിളയ്ക്കണ്ട, തൈരല്ലേ അറിയാമല്ലോ. നമുക്കിനി കടുക് താളിക്കാം. പുളിശ്ശേരിക്ക് കടുക് താളിക്കാമേ. കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് അപ്പം നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് പഴം വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു.